ഹലോ. OET മൂഞ്ചി പോയപ്പോഴേ ഇനി ഫുഡ് കഴിക്കാനുള്ള പൈസ ജോലി ചെയ്ത് ഉണ്ടാക്കണം എന്നായി. ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോഴോ ബേസിക് സാലറി 30,000 ആയിക്കൊണ്ട് ജസ്റ്റ് പാസ് ഔട്ട് ആയ പിള്ളേരെ ആർക്കും വേണ്ട. അവസാനം 5,000 റുപ്പീസ് സാലറിക്ക് ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ നാട്ടിലെ 2 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മുടെ കോവിഡിന്റെ ഗ്രാൻഡ് എൻട്രി. വീട്ടിൽ നിന്ന് കെട്ടിച്ചു വിടുന്ന ഉറപ്പായോണ്ട് പതുക്കെ മാൾട്ടയ്ക്ക് അപ്ലൈ ചെയ്തു. വീട്ടിൽ ആരും ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നു കേട്ടോ. കാരണം മാൾട്ടനെ കുറിച്ച് ആരും കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. വാശി പിടിച്ചാണ് കയറിപ്പോയത്. അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് ഒരു നൈറ്റ് ആയിരുന്നു കേട്ടോ. മോർണിംഗ് എണീറ്റ് വിൻഡോ കൂടെ നോക്കിയപ്പോ കിളി പോയി. ഒരു കോയമ്പത്തൂർ ഫീല്. പക്ഷെ അതൊക്കെ എന്റെ തെറ്റിദ്ധാരണയായിരുന്നു. ഞാൻ മാൾട്ടയില് ഒരു 1.5 വർഷമായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നേ. എന്നെ ഞാനാക്കിയത് മാൾട്ടയായിരുന്നു. പിന്നെ ഏതൊക്കെ കൺട്രീസ് കണ്ടാലും മാൾട്ട ഇസ് മൈ ഫേവറേറ്റ്. അങ്ങനെ അവിടെ നിന്ന് അയർലൻഡ് പോയി. അവിടുത്തെ 1 ഇയർ സഹവാസത്തിന് ശേഷം ഇപ്പൊ ന്യൂസിലാൻഡിലെത്തി. ഇങ്ങനെ പറയണ പോലെ അത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ എന്റെ ജേർണി. പക്ഷെ ഉള്ളിലൊരു വാശി ഉണ്ടായിരുന്നു കേട്ടോ.